തിരുവനന്തപുരം കാര്യവട്ടത്തെ ഇന്ത്യ ശ്രീലങ്ക വനിതാ 2020 മത്സരങ്ങൾക്കായി റൺ ഒഴുകുന്ന പിച്ചാണ് ഒരുക്കിയത് എന്ന് KCA ക്യൂറേറ്റർ ബിജു. ഇന്ത്യയാണ് ആദ്യം ബാറ്റ് ചെയ്യുന്നത് എങ്കിൽ 200-ന് മുകളിൽ സ്കോർ പ്രതീക്ഷിക്കാം. ജനുവരിയിലെ ഇന്ത്യ ന്യൂസിലൻഡ് പുരുഷ 2020 മത്സരം കൂടി മുന്നിൽ കണ്ടാണ് പിച്ചൊരുക്കിയത് എന്നും ബിജു 24-നോട് പറഞ്ഞു. കാത്തിരിപ്പ് 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിലേക്ക് എത്തുന്നത്. അതും ആദ്യമായി വനിതാ മത്സരത്തിന് വേദിയാവുന്നു കേരളം എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. 1 അല്ല 3 മത്സരങ്ങളാണ്. അപ്പോൾ ആ ഘട്ടത്തിൽ ക്യൂറേറ്റർ ബിജു നമുക്കൊപ്പം ചേർന്ന്. ബിജു സ്വാഗതം. എന്തായാലും തവണ 1 അല്ല കുറച്ച് 3 മത്സരങ്ങളാണ്. അപ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളി കൂടിയാണ്. 3 മാച്ച് ഓരോ ദിവസം ഗ്യാപ്പിട്ടുള്ള 3 മാച്ച് എന്ന് പറയുന്നത് വെല്ലുവിളിയാണ്. ഏറ്റവും നമ്മളുടെ ഒരു വെല്ലുവിളിയില്ലാത്ത മഴയില്ല. മഴ ഉണ്ടാകുന്നതിൽ ഡബിൾ വെല്ലുവിളിയായിരിക്കും. പിന്നെ രാത്രിയാണ് മാച്ച് നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ ഫസ്റ്റ് ബാറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്ക്. ഒരു പുരുഷ ക്രിക്കറ്റിനേക്കാൾ എന്താണ് ഒരു വനിതാ ക്രിക്കറ്റിലേക്ക് ഒരുങ്ങുമ്പോൾ പിച്ചൊരുക്കുന്നതിൽ കൂടുതൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പുരുഷ ക്രിക്കറ്റിനേക്കാളും കുറച്ചുകൂടി ബൗൺസും ഒക്കെ വിമൻസ് ക്രിക്കറ്റിന് വേണം. അതായത് പുരുഷ ക്രിക്കറ്റിന് അവർ ഷോൾഡറിന് കുറച്ച് പവറുണ്ട്. ഇപ്പോൾ വിമൻസ് ആകുമ്പം ആ പവർ കുറച്ച് മെൻസിൻ്റെ അത്ര ഒരു പവർ വരില്ല. അപ്പോൾ പിച്ചിൽ ഒരു ഹെൽപ്പ് ബൗളേഴ്സിന് കിട്ടണം. അത് കണക്ക് അവർ എറിഞ്ഞാലേ ബാറ്റിലോട്ട് ബോൾ വരികയുള്ളൂ. ആ ഒരു രീതിയിലാണ് വിക്കറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയാണ് ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര സ്കോർ പ്രഡിക്റ്റ് ചെയ്യാം? എത്തരത്തിലുള്ള ഒരു പിച്ചായിരിക്കും ഉണ്ടാവുക? ഇന്ത്യ ബാറ്റ് ചെയ്യുകയാണെങ്കിൽ റൺസ് പെർ ഓവർ ഒരു 10 ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. 200+ വരണം ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോഴേ. സത്യം പറഞ്ഞാൽ അതൊരു ടീസറാണെന്ന് പറഞ്ഞാൽ തെറ്റില്ല പറയേണ്ടി വരും. കാരണം വെച്ചാൽ ഈ 3 മത്സരങ്ങൾ കഴിഞ്ഞാൽ തൊട്ട് തന്നെ നമുക്ക് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം 2020 വരാനിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഒരു കർട്ടൻ റൈസർ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ഞാൻ ആ മാച്ച് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനു വേണ്ടി വർക്ക് ചെയ്യുന്നത്. ഈ പ്രതീക്ഷയിലാണ് വിജുവണ്ണുള്ളത്. അതായത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ മത്സരങ്ങൾ 3 മത്സരങ്ങളുണ്ട്. ഒരുപക്ഷെ കേരളത്തിന് ഒരു ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനമായി തന്നെ മാറുകയാണ് ഈ 3 മത്സരങ്ങൾ. അപ്പോൾ എന്തായാലും ഗംഭീരമാവട്ടെ എന്ന് തന്നെയാണ് നമുക്കും പ്രതീക്ഷിക്കുന്നത്. ക്യൂറേറ്റർ ബിജുവും വലിയ പ്രതീക്ഷയിലാണ്. പിച്ചിൻ്റെ കാര്യത്തിലും റണ്ണൊഴുകുന്ന പിച്ച് തന്നെയാണ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് ബിജു പറയുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് അനിൽ വാസുദേവ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.